ബമ്പോ ഇതെന്ത് പരിപാടി ഇത് കുപ്പി കത്തിച്ച് ഒട്ടിച്ചിട്ട് ഇത് നോക്കിയേ. ആഹാ കൊള്ളാല ഐഡിയ, അടിപൊളി അല്ലേ. ഇന്ത്യ ഇത് കണ്ട ഇണ പിരിയാത്ത കൂട്ടുകാരെ പോലെ ഇരിക്കുന്ന കുപ്പികളെ കണ്ട. ഇവരെ നമുക്ക് പാടത്തിന്റെ ഓരത്തൊന്നും കാട് പിടിച്ച് മൂലെന്നൊക്കെ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. നല്ലപോലെ അഴുക്കുള്ള കുപ്പികളാണ്. അതുപോലെ തന്നെ കുപ്പിയുടെ അടപ്പുകളൊന്നും കൃത്യമായിട്ട് ഇല്ല എല്ലാ കുപ്പിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ കുപ്പികൾ വെച്ചുള്ള ഒരു സൂത്രവിദ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കുപ്പികളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇണവരിയാത്ത കൂട്ടുകാരായിട്ടുള്ള കുപ്പികളെ നമ്മൾ കഴുകിയെടുക്കാനായിട്ട് കണ്ട മുറ്റത്തെ ചരൽ കുറച്ച് വാരി എടുത്തിട്ടുണ്ട് കണ്ട. ഈ മുറ്റത്തെ ചരൽ ഇങ്ങനെ വാരി എടുത്തിട്ട് എല്ലാ കുപ്പികളിലേക്കും ഓരോ പിടിയായിട്ട് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ. എന്നിട്ട് ഇതേ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് വെള്ളം നിറച്ചിട്ട് നന്നായിട്ടാണ് കുലുക്കിയാണ് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി നമ്മൾ കണ്ട കുപ്പി നന്നായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സൂപ്പറായി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നമ്മുടെ കുപ്പികൾക്ക് നല്ല പളപളാന്ന് തിളക്കം വന്നണ്ട. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത കുപ്പികൾ ഇങ്ങനെ വെള്ളം വാർന്നു പോകാനായിട്ട് ഇങ്ങനെ മതിൽ ചാരി ഇങ്ങനെ വെച്ചേക്കാണ് നമ്മൾ. ഇനി നമ്മൾ നേരെ പോയത് വീടിൻ്റെ ഓരത്ത് കടന്ന് കുറച്ച് ടൈല് കഷ്ണങ്ങൾ എടുക്കാനാണ് കേട്ടോ. വീടിൻ്റെ ഓരത്ത് കടന്നതാണ് ഇതൊക്കെ. നല്ല നീളത്തിൽ മുറിച്ചിട്ടിരിക്കുന്ന ടൈലിൻ്റെ കഷ്ണങ്ങൾക്ക് നല്ലപോലെ അഴുക്കും ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ടൈലിൻ്റെ കഷ്ണങ്ങൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇത്തിരി നീളം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി നീളം കുറച്ചെടുക്കണമില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ടൈലിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുറിച്ച് റെഡിയാക്കിയെടുത്ത ടൈൽ കഷ്ണങ്ങൾ കുറച്ച് എഴുത്തുകൾ എഴുതാൻ പോകണ്ട. ചായം വെച്ച് നമ്മൾ എഴുതാൻ പോവുകയാണ്. ആദ്യം തന്നെ നീല നിറം എടുത്തിട്ടുണ്ട്. നമ്മൾ നീല നിറം എടുത്തിട്ട് കണ്ട ഈ ടൈൽ കഷ്ണത്തിൽ നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ എന്നാണ് ആദ്യം തന്നെ എഴുതാൻ പോകുന്നത്. നീലച്ചായം വെച്ച് നമ്മൾ അങ്ങനെ ഐ എഴുതി അതിൻ്റെ താഴെയായിട്ട് വേണ്ട കുറച്ച് സ്ഥലം വിട്ടിട്ട് യു എന്നും കൂടി എഴുതേണ്ട. ഇനി നമ്മൾ റെഡ് നിറം എടുത്തിട്ട് ചുവപ്പ് നിറം എടുത്തിട്ട് കണ്ട ഇതിൻ്റെ നടുഭാഗത്ത് വിട്ടുപോയ സ്ഥലത്ത് കണ്ട നമ്മൾ സ്നേഹത്തിൻ്റെ അടയാളം ഇങ്ങനെ രേഖപ്പെടുത്തേണ്ട ഇവിടെ. ഇപ്പം നമുക്ക് ഐ ലവ് എന്ന് കിട്ടി. ഐ ലവ് എന്ന് എഴുതിയതിന് ശേഷമായിട്ട് നമുക്ക് അടിയിലായിട്ട് കണ്ട എൻ്റെ എന്ന് എഴുതിയാണ്. ചുവപ്പ് കൊണ്ട് എൻ്റെ എന്ന് എഴുതുന്നു. അതിനടിയിലായിട്ട് ഇന്ത്യ എന്ന് എഴുതുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യനെ എഴുതുകയാണ് കണ്ടല്ലോ. INDIA ഇന്ത്യ. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മളിവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ഇന്ത്യനെക്കുറിച്ച് നമ്മുടെ ഇന്ത്യനെക്കുറിച്ച് വീണ്ടും നമ്മൾ ടൈൽ കഷ്ണത്തിൽ വീണ്ടും എഴുതുകയാണ്. ആദ്യം എഴുതിയതുപോലെ തന്നെ നമ്മൾ വീണ്ടും എഴുതിയിട്ടുണ്ട്. അങ്ങനെ 2 നമ്മൾ എഴുതിയിരുത്തുണ്ട് കണ്ടില്ല. ഐ ലവ് മൈ ഇന്ത്യ എന്ന് നമ്മൾ എഴുതിയിരുത്തുണ്ട് കണ്ടില്ലേ, സൂപ്പറായല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ടൈൽ കഷ്ണത്തിൽ നമ്മൾ എഴുതാൻ പോകുന്നത് 15 എന്നാണ് എഴുതുന്നത് കണ്ട. ചുവപ്പ് വെച്ചിട്ട് 15 ആഗസ്റ്റ് 15ൻ്റെ 15 നമ്മൾ എഴുതി. അതിന് താഴെയായിട്ട് നമ്മൾ കണ്ട ആഗസ്റ്റ് എന്നും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. ആഗസ്റ്റ് എന്നും കൂടി എഴുതിയേക്കാണ്. പിന്നെ ഈ ടൈലിന് അറ്റത്തായിട്ട് നോക്കിയാൽ നമ്മൾ ദേശീയ പതാകയുടെ നിറം ഇവിടെ അങ്ങോട്ട് കോറിയിടുകയാണ് കണ്ട. ആദ്യം ഓറഞ്ച് അങ്ങോട്ട് പൂശി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ വെള്ള പൂശുന്നു. പിന്നെ പച്ചയും കൂടിയും പൂശി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണമായി കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ ടൈല് കഷ്ണം എടുത്തിട്ട് നമ്മൾ കണ്ട ദേശീയ പതാകയുടെ നിറം അങ്ങോട്ട് പൂശിയാണ്. ആദ്യം തന്നെ ഓറഞ്ച് പൂശുന്നു കണ്ട. ഓറഞ്ച് പൂശിയതിന് താഴെയായിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് അവിടെ വെള്ള പൂശാനുള്ളതാണ് നമുക്ക്. എന്നിട്ട് അതിന് താഴെയായിട്ട് നമ്മൾ പച്ച പൂശിയാണ്. അതേ പച്ച നിറം എടുത്ത് നല്ലപോലെ അങ്ങോട്ട് പൂശി കൊടുത്തു. അപ്പോൾ 2 അധ്യായങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ആ വർഷം നമ്മളിതേ ഇവിടെ രേഖപ്പെടുത്തിയൊക്കെയാണ്. ഇത് കണ്ടില്ലേ 1947. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഈ ടൈലിൻ്റെ കഷ്ണത്തിൽ നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ നീല നിറത്തിൽ ഇതേ ഈന്ന് എഴുതുകയാണ്. ഈന്ന് എഴുതി കഴിഞ്ഞു. മലയാളാക്ഷരം ഈ എഴുതി നമ്മൾ നീല നിറം വെച്ചിട്ട് ഇന്ത്യ എന്ന് എഴുതി. എന്നിട്ട് ഇന്ത്യ എന്ന് എഴുതിയാണ്. എൻ്റെ 2 അറ്റങ്ങളിലായിട്ട് നോക്കിയാൽ നമ്മൾ ഓറഞ്ച് നിറം അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ച നിറം അടിച്ച് വെള്ളം അടിച്ചു. ദേശീയ പതാകയുടെ ആ നിറം നമ്മൾ അങ്ങോട്ട് പൂശി കൊടുത്തിട്ടുണ്ട്. നീല വെച്ച് നമ്മൾ ഇന്ത്യ എന്ന് എഴുതിയതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേ മഞ്ഞ നിറം കൊണ്ട് ഒന്നും കൂടി അങ്ങോട്ട് വരച്ചങ്ങോട്ട് രേഖപ്പെടുത്തേണ്ട അടിപൊളിയാക്കിയാണ്. പിന്നെ ഈ ടൈല് കഷ്ണത്തിൽ നമ്മൾ മഞ്ഞ നിറത്തിൽ ഇന്ത്യൻ എന്ന് എഴുതിയൊക്കെയുണ്ട് കണ്ട. ഇന്ത്യൻ എന്ന് നമ്മൾ എഴുതിയൊക്കെയാണ് കണ്ട. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ഒടുവിലായിട്ട് കണ്ട നമ്മൾ ദേശീയ പതാകയുടെ നിറം ഇവിടെ നമ്മൾ അങ്ങോട്ട് ചായം പൂശി കൊടുക്കേണ്ട. നടുവിലായിട്ട് നമ്മൾ കണ്ട നീല നിറത്താൽ അശോക ചക്രവും കൂടി അങ്ങോട്ട് വരച്ച് ചേർക്കുന്നു. ഈ ടൈല് കഷ്ണത്തിൽ നമ്മൾ കണ്ട ചുവപ്പും കുറച്ച് മഞ്ഞയും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് അടിച്ചു കൊടുത്തേക്കാണ് കണ്ട. അങ്ങോട്ട് ആകെ അങ്ങോട്ട് പൂശിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഇത് പുളിയിലയുടെ ഒക്കെ ഒരു തണ്ട് ഭാഗം ഉണ്ട്. തണ്ട് ഭാഗം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഓടിച്ചെടുത്താണ്. ഈർക്കിളി കമ്പ് പോലെ നമ്മൾ ഓടിച്ചെടുത്തിട്ടുണ്ട്. ബ്രഷ് വെച്ച് എഴുതുന്നേക്കായും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേ വന്ദേന്ന് എഴുതിയിട്ട് ഇനി നമ്മൾ മാതരം എന്ന് എഴുതി കണ്ടേ. വന്ദേ മാതരം എന്ന് എഴുതിയൊക്കെയാണ്. ഇത് കണ്ടില്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇത് സൂപ്പറായില്ലേ, കൊള്ളാമോ, അടിപൊളിയായില്ലേ. ഇനി മറ്റൊരു ടൈല് കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ടൈല് കഷ്ണത്തിൽ കണ്ട നമ്മൾ കണ്ട ഈ ഭാഗത്തായിട്ട് ഇത് ഓറഞ്ച് പൂശുന്നു. അതുപോലെ തന്നെ പച്ച പൂശുന്നു. നടുവിലായിട്ട് നമ്മൾ വെള്ളയും കൂടി പൂശി. അങ്ങനെ ദേശീയ പതാകയുടെ നിറം നമ്മൾ ഈ ടൈല് കഷ്ണത്തിൽ അങ്ങോട്ട് പൂശി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ള നിറത്തിൻ്റെ മുകളിലായിട്ട് ഇതേ നീല നിറം കൊണ്ട് കണ്ട ഇന്ത്യ എന്ന് എഴുതിയാണ് നമ്മൾ കണ്ടില്ലേ. ഇന്ത്യ എന്ന് ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം, അടിപൊളിയായിട്ട് എഴുതാം. ഇന്ത്യ എന്ന് എഴുതിയതിൻ്റെ അറ്റത്തായിട്ട് കണ്ട സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് കണ്ട ചുവപ്പ് കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത് നമ്മൾ. ഇനി നമ്മളൊരു കല്ലെടുത്തുണ്ട്, കരിങ്കല്ലിൻ്റെ ഒരു പാളി കഷ്ണം. ഇത് കണ്ടില്ലേ. ഈ കരിങ്കല്ല് കഷ്ണത്തിൽ നമ്മൾ ദേശീയ പതാകയുടെ നിറങ്ങൾ അങ്ങോട്ട് പൂശി കൊടുക്കുകയാണ്. ഇത് കണ്ട ആദ്യം തന്നെ നമ്മൾ ഓറഞ്ച് എടുത്ത് അങ്ങോട്ട് പൂശിയാണ് കണ്ട.
പിന്നെ നമ്മൾ നടുവിൽ കുറച്ച് ഭാഗം വിട്ട് കളഞ്ഞിട്ട് കണ്ട പച്ച നിറവും കൂടി അടിയിലായിട്ട് ഇങ്ങനെ പൂശി കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് നിറത്തിൻ്റെയും പച്ച നിറത്തിൻ്റെയും നടുവിലായിട്ട് കണ്ട വെള്ളയും കൂടിയാണ് പൂശി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേശീയ പതാകയുടെ നിറം ഈ കല്ലിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കരിങ്കൽപ്പാളിയിൽ ചായം കൊടുത്ത് റെഡിയാക്കിയ ദേശീയ പതാകയുടെ നടുവിലായിട്ട് കണ്ട അശോകചക്രം ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ. നീല നിറത്താലും നമ്മൾ അശോകചക്രം രൂപപ്പെടുത്തി. എങ്ങനെയുണ്ട് ഇത്, കൊള്ളാമോ? അടിപൊളിയായില്ലേ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ടൈല് കഷ്ണത്തിൽ ഇതേ ഓരോന്നായിട്ട് നമ്മൾ എഴുതിയ നമ്മുടെ ഇന്ത്യനെ കുറിച്ചുള്ള നമ്മുടെ സ്നേഹം ഇങ്ങനെ എഴുതി വെച്ച ചായക്കൂട്ടുകൾ കൊണ്ട് വർണ്ണങ്ങൾ വരച്ച ഇതേ കണ്ട. ഇതെങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇത് ഇങ്ങനെ എല്ലാം കൂടി ഇവിടെ നിരത്തി വെച്ചേക്കാണ് നമ്മൾ. ഇത് കണ്ട, നമ്മൾ കോട്ടൻ്റെ കുറച്ച് നൂലെടുത്താണ് കണ്ട. ഈ നൂല് എന്തിനാന്ന് വെച്ചാൽ കുപ്പികളിൽ വട്ടത്തിൽ ഇതേത് ഇങ്ങനെ ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചുറ്റി ഇതേത് ഇങ്ങനെ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതേപോലത്തെ നൂല് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോട്ടൻ്റെ തുണി തന്നെ കുറച്ച് നാമ്പ് പോലെ ഇങ്ങനെ അരിക്ക് പോലെ കീറി എടുത്തിട്ട് നമുക്ക് ചുറ്റി കെട്ടി കൊടുക്കാം. സൂപ്പറായിട്ടിരുന്നോളും. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത എല്ലാ കുപ്പികളിലും ഇതുപോലെയാണ് കെട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. എല്ലാ കുപ്പികളിലും ഇതുപോലെ കോട്ടൻ്റെ നൂല് കൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നൂല് കെട്ടിയെടുത്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. ഈ മണ്ണെണ്ണ തുള്ളികൾ ഇങ്ങനെ കുറച്ചായിട്ട് കണ്ട ഈ നൂലുകളിൽ ഇതുപോലെ നമുക്ക് കണ്ട ഇങ്ങനെ പുരട്ടി കൊടുക്കാം കണ്ടില്ലേ. തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴ്ത്തി കൊടുക്കാം. കുപ്പികളിൽ എല്ലാത്തിലും മണ്ണെണ്ണ പുരട്ടി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആയിട്ട് നമ്മൾ കണ്ട ബക്കറ്റിൽ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കണ്ട. ബക്കറ്റിലെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ വച്ചേക്കാണ്. എന്നിട്ട് ഒരു പേപ്പറിൽ നമ്മൾ ഇങ്ങനെ തീ കത്തിച്ചെടുത്തിട്ട് കണ്ട ഈ കുപ്പികളിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കേണ്ട കണ്ട. കുപ്പി വേഗത്തിൽ കത്തണ നോക്കി അടിപൊളിയായിട്ട് കത്തണുണ്ട്. ആ കോട്ടൺ നൂലിൽ തീ പിടിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുപ്പിയാണ് നമ്മളിങ്ങനെ കത്തിച്ചിട്ടുള്ളത് കണ്ടില്ലേ. ഇങ്ങനെ കത്തിക്കുമ്പോൾ സേഫ്റ്റി ആവശ്യമുണ്ട്. ഞാനിങ്ങനെ ചെയ്യണ പോലെ ആരും അനുകരിക്കരുത്. ഇത് കണ്ട കുപ്പി ഇങ്ങനെ പൊട്ടി പോകുന്നതാണ് നോക്കിയത് കണ്ട. ഇങ്ങനെ വട്ടത്തിൽ തന്നെ കട്ടായി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ കുപ്പികളും ഇതേപോലെ അങ്ങനെ പൊട്ടിച്ചെടുക്കാം. അടുത്ത കുപ്പി നമ്മൾ എടുത്തിട്ട് ഇതേപോലെ കണ്ട പേപ്പർ കൊണ്ട് തീ കൊളുത്തി കണ്ട കോട്ടൺ നൂല് നന്നായിട്ട് തീ പകർന്ന് അങ്ങനെ കത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കത്തുന്നതനുസരിച്ച് നല്ലപോലെ അങ്ങോട്ട് തീ പകരുമ്പോൾ കുപ്പിക്ക് ചൂട് പിടിക്കുകയും വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ പൊട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഞാൻ പറയട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്. കുട്ടികൾ പ്രത്യേകിച്ച് ചെയ്യരുതിട്ട് തോന്നും. കാരണം വെച്ചാൽ അശ്രദ്ധ കൊണ്ട് നമ്മൾ അപകടം വരുത്തി വെക്കരുത്. അപ്പോൾ നമ്മൾ ഓരോ ചില്ലുകുപ്പിയുടെയും കഴുത്ത് ഭാഗം മേൽഭാഗം അങ്ങനെ മുറിച്ചെടുക്കുന്ന പരിപാടി അങ്ങനെ അനുസ്യൂതം അങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ കുപ്പി നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ടക്കുന്നൊരു ഒച്ച കേട്ടില്ല. ഇപ്പം ഈ അടുത്ത കുപ്പി നമ്മൾ അടുത്തായിട്ട് കണ്ട തീ കൊടുത്തിട്ടുണ്ട്. ടക്ക് ടക്ക് ഇപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് പൊട്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ. സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായല്ലേ. തീ കൊളുത്തുന്നു കുപ്പി പൊട്ടിക്കുന്നു. ആ പരിപാടി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കേണ്ടത്. ഈ കുപ്പി നമ്മൾ കത്തിച്ചിട്ട് ബക്കറ്റിൻ്റെ അകത്തേക്ക് താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേണ്ട പൊട്ടി വന്നിട്ടുണ്ട്. ഈ പാട് നിൽക്കണുണ്ട്. ആ പൊട്ടിയ പാടാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും. നമ്മൾ കഴുകിയെടുത്ത കുപ്പിയുടെ കൂട്ടത്തിൽ ഇല്ലാതെ ഒരൊറ്റയ്ക്ക് കിടന്നൊരു കുപ്പിയാണിത്. അപ്പോൾ ഈ കുപ്പി നമ്മളിത് ഇങ്ങനെ കണ്ട കത്തിച്ചെടുത്തിട്ട് കണ്ട അതേ വെള്ളത്തിൻ്റെ അകത്തേക്ക് താഴ്ത്തേണ്ട. താഴ്ത്തുമ്പോൾ ശ്രദ്ധിച്ചോ. ഇത് കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കുമ്മിലൊക്കെ മുകളിലേക്ക് പൊങ്ങിയിട്ട് കണ്ട പൊട്ടി താഴേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അടിപൊളിയായില്ലേ. സൂപ്പറായില്ലേ. അപ്പോൾ നമ്മൾ കുപ്പി മുറിച്ചെടുക്കൽ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ മുറിച്ചെടുത്ത കുപ്പിയുടെ അകത്തേക്ക് നമ്മൾ വരച്ച് റെഡിയാക്കി എഴുതി റെഡിയാക്കി നമ്മുടെ ടൈലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാൻ പോവേണ്ട. അങ്ങനെ നമ്മൾ ഐ ലവ് മൈ ഇന്ത്യ എന്ന് എഴുതിയ ടൈൽ കഷ്ണം എടുത്തിട്ടുണ്ട്. അവിടെ 2 എഴുതിയാൽ ഒരെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട്. അതിനൊപ്പം തന്നെ ഇന്ത്യ എന്ന് എഴുതിയ ടൈലിൻ്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടൈൽ കഷ്ണങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടുള്ള സുന്ദരന്മാരായിട്ട് കുപ്പിക്കകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ മുറിച്ചെടുത്ത കുപ്പിയുടെ ഈ അരികിലായിട്ട് ഈ മൂർച്ചയുള്ള ഭാഗത്തായിട്ട് നമ്മൾ ഫ്ലസ് ക്യൂക്ക് ഇങ്ങനെ ലേശം എടുത്തിട്ടുണ്ട. ഇങ്ങനെ ഈ അരികിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും കണ്ടില്ല. അടിപൊളിയായിട്ട് ഈ കുപ്പി കണ്ട സൂപ്പറായിട്ട് ഇരുന്നുണ്ട്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുപ്പി പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. 1947 എഴുതിയ ടൈൽ കഷ്ണം നമ്മൾ കുപ്പിക്കകത്തേക്കാക്കി. അതേപോലെ തന്നെ ഇന്ത്യ എന്ന് എഴുതിയും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ടൈൽ കഷ്ണം കുപ്പിക്കകത്തേക്ക് ആക്കിയതിൻ്റെ ഒപ്പം തന്നെ ആയിട്ട് ഒടുവിലായിട്ടുണ്ട് ഓഗസ്റ്റ് 15 എഴുതിയ ഈ ടൈലും കൂടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പശ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പശ എടുത്തിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താണ്ട് അമർത്തി അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഇട്ട് പോയില്ല കേട്ടോ. അങ്ങോട്ട് സൂപ്പറായി കിട്ടിയാണ്ട് കണ്ടില്ല. എല്ലാവർക്കും ഇഷ്ടമായില്ല ഇത്. അപ്പോൾ നമ്മൾ ത്രിവർണ്ണമൊക്കെ അങ്ങോട്ട് പൂശി അശോകചക്രമൊക്കെ വരച്ച് അടിപൊളിയാക്കി എടുത്ത് നമ്മുടെ കല്ലെടുത്താണ്ട് കണ്ടില്ലേ. സൂപ്പറായിട്ടുണ്ടല്ലേ. ഈ കല്ല് നമ്മുടെ ഇതേ കുപ്പിക്കകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട. കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പശ എടുത്ത് ഒട്ടിച്ച് കൊടുത്ത് അങ്ങനെ മനോഹരമാക്കി എടുത്തേണ്ട കുപ്പി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട് നമ്മൾ വന്ദേ മാതരം എന്ന് എഴുതിയ ടൈൽ കഷ്ണം എടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഐ ലവ് മൈ ഇന്ത്യ എന്ന് എഴുതിയ നേരത്തെ ആദ്യം എഴുതിയതാണ്ടത്. ഇത് ഇത്തിരി നീളമുള്ള ടൈലാണ്. ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കുപ്പിക്കകത്തേക്ക് നമ്മൾ റെഡിയാക്കി കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ മാസ് ഐറ്റം ഇന്ത്യ എന്ന് എഴുതി സ്നേഹത്തിൻ്റെ അടയാളം കൊടുത്തതാണ്ട ഈ ടൈൽ കഷ്ണം കൂടി ഇതേ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സൂപ്പറാക്കി കിട്ടും. നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്ത് വസ്തുക്കളും വേണമെങ്കിലും നമ്മുടെ കുപ്പിയുടെ അകത്താക്കിയിട്ട് ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. കാണാൻ ഭംഗിയുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് താഴാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ വീഡിയോ കാണിക്കാത്ത നേരത്തെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ച ഒരു പഴയ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ കുപ്പി നമ്മൾ പൊട്ടിച്ചെടുത്ത കുപ്പിയാണ്. ഈ കുപ്പിക്കകത്തേക്ക് നമ്മൾ കണ്ടായി താഴെ ഈ പ്ലെയർ നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത ഒടുവിലായിട്ടുള്ള കുപ്പി എടുത്താണ്ട് ഈ കുപ്പിയുടെ അകത്തേക്ക് 2 പഴയ മൊബൈലുകളാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ല. പഴയ കേടായ 2 മൊബൈലുകളാണ് കേട്ടോ.
എന്നിട്ടൊരു പഴയ സ്റ്റീലിൻ്റെ വളയും കൂടി കുപ്പിക്കകത്തേക്ക് ആക്കി കൊടുക്കുന്നു, പശ വെച്ച് ഒട്ടിക്കുന്നു. ആഹാ അടിപൊളിയാക്കി എടുത്താണ്ട് കിടു ഐറ്റം അല്ലേ, സൂപ്പറായിട്ടില്ലേ, നല്ല 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 മനോഹരമായിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോ കുപ്പികളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് കണ്ടില്ലേ, അടിപൊളിയായില്ലേ, സൂപ്പറായില്ലേ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ. ഓഗസ്റ്റ് 15 അടുത്ത ദിവസമാണ് നമ്മൾ കടന്നു പോയത്. എന്നാലും നമ്മൾ ഇന്ത്യനോടുള്ള സ്നേഹം എന്ത് ചെയ്യുക, ഇവിടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ സന്തോഷമായിട്ട് നമ്മുടെ സ്നേഹമായിട്ട് ഈ കുപ്പിക്കകത്ത് നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ 1-2 കുപ്പികൾക്ക് മാറ്റമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചില കുപ്പികൾ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയതാണ് കേട്ടോ. അങ്ങനെ ചില മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ മാറ്റം വന്നതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരോടും സ്നേഹം, ടാറ്റ, ബൈ ബൈ, ഓക്കെ.